ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് വിശദമായി കടക്കുകയാണ്. രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവാകും. കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവായി രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുക്കാൻ പ്രവർത്തക സമിതി യോഗം പ്രമേയം പാസാക്കി. രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിഞ്ഞേക്കുമെന്നും റായ്ബറേലിയിൽ എംപിയായി തുടരാനും CWC നിർദ്ദേശം നൽകി. അതേസമയം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സണായി സോണിയാഗാന്ധിയെ തെരഞ്ഞെടുത്തു. Rahulji is the best person to lead this campaign inside the parliament. This is what the CWC's view. Therefore, I think entire CWC feel that in the current scenario of Indian politics, for a better and strong, vigilant opposition, those who want to protect Constitution also, should be safe under the leadership of Rahul Gandhi ji as a leader of opposition. This is what the CWC resolution. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങി രാജ്യതലസ്ഥാനം. നാളെ വൈകിട്ട് സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ സഖ്യകക്ഷികളുമായുള്ള ചർച്ച വേഗത്തിലാക്കിയിരിക്കുകയാണ് BJP. ഇന്ന് രാത്രിയോ നാളെ ഉച്ചയ്ക്ക് മുൻപായോ മന്ത്രിമാരുടെ പട്ടിക പുറത്തു വന്നേക്കും. MG മിഥുൻ നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, ശക്തമായ കരുത്താർന്ന പ്രതിപക്ഷമാകാൻ NDA സഖ്യം ഒരുങ്ങിക്കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകും. അത്തരത്തിൽ പ്രവർത്തക സമിതി യോഗത്തിൽ തീരുമാനവും വന്നിരിക്കുന്നു. മറുവശത്ത് NDA സർക്കാർ രൂപീകരണ ചർച്ചകൾ വളരെ വേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ആരൊക്കെയാകും പ്രധാന പദവികൾ വഹിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് അവസാന ഘട്ടത്തിൽ ചിത്രം വ്യക്തമാകുന്നത്? TDPക്കും JDUവിനുമുള്ള സ്ഥാനങ്ങൾ അത് എങ്ങനെയായിരിക്കും? എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? അല്പസമയത്തിനു മുമ്പ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം അവസാനിച്ചിരിക്കുന്നു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സണായി സോണിയാഗാന്ധി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാഗാന്ധിയുടെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു. അതിനെ മറ്റ് നേതാക്കൾ പിന്താങ്ങുകയും ചെയ്തതോടുകൂടി ഒരിക്കൽ കൂടി നമുക്കറിയാം UP അധ്യക്ഷയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വലിയൊരു ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാനം തന്നെയാണ് ഇപ്പോൾ സോണിയാഗാന്ധിക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിലെ പോലെയല്ല, വളരെ ഉത്തരവാദിത്തത്തോടു കൂടി മുന്നോട്ട് പോകേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. കാരണം സമീപകാലത്തുണ്ടായതിനെക്കാട്ടിൽ വലിയ മുന്നേറ്റം നടത്താൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തത്തോടു കൂടി പ്രവർത്തിക്കുമെന്നും അവർ ഈ ഒരു യോഗത്തിൽ പറയുകയും ചെയ്തു. ഒപ്പം തന്നെ മറ്റ് സ്ഥാനങ്ങൾ, അതായത് ലോക്സഭാ കക്ഷി നേതാവ്, ഒപ്പം തന്നെ ചീഫ് വിപ്പ്, ഡെപ്യൂട്ടി ലീഡർ അടക്കമുള്ള സ്ഥാനങ്ങളിൽ ആരൊക്കെ വരുമെന്നുള്ള കാര്യത്തിൽ ഏകദേശ ധാരണയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അവരുടെ പേരുവിവരങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. നാളെയോടുകൂടി ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നേരത്തെ രാഹുൽ ഗാന്ധിയെ തന്നെ പ്രതിപക്ഷ നേതാവാക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം CWC യോഗം കൈക്കൊള്ളുന്നു. ഇതിനും സംബന്ധിച്ച പ്രമേയം പാസാക്കുകയും ചെയ്തിരുന്നു. മുൻകാലങ്ങളിൽ നമുക്കറിയാം 2019 സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും തന്നെ അന്ന് രാഹുൽ ഗാന്ധി അതിന് വിസമ്മതിക്കുകയായിരുന്നു. പക്ഷേ ഇത്തവണ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു നേതാവ് തന്നെ വേണം നയിക്കാൻ എന്നുള്ള ഒരു ആവശ്യം CWC യോഗത്തിൽ മുന്നോട്ട് വരികയായിരുന്നു. അപ്പോൾ തന്നെ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇതേ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ പിന്താങ്ങുകയും ചെയ്ത പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് എന്തായാലും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനം ഇനി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതേസമയം റായ്ബറേലിയിലും വയനാട്ടിലും വലിയ ഭൂരിപക്ഷത്തോടു കൂടി രാഹുൽ ഗാന്ധിക്ക് വിജയിച്ച് കയറാനായി. നിലവിൽ റായ്ബറേലി സീറ്റ് നിലനിർത്തണം, വയനാട് ഒഴിയണം എന്നുള്ളൊരു നിർദ്ദേശമാണ് CWC യോഗത്തിൽ ഉയർന്നു വരികയും ചെയ്തത്. എന്തായാലും ഈ മാസം 17 മുമ്പ് തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനം രാഹുൽ ഗാന്ധി പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത 3 ദിവസത്തിനുള്ളിൽ തന്നെ കേരളത്തിലെ KPCCI ഇക്കാര്യം അദ്ദേഹം അറിയിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ അടുത്ത ആഴ്ച ഈ 2 മണ്ഡലങ്ങളിലും രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തുന്നുണ്ട്. ആ ഒരു വേളയിലായിരിക്കാം ഒരുപക്ഷെ വയനാട്ടിൽ വളരെ വൈകാരികമായിട്ടുള്ളൊരു പ്രസംഗത്തോടു കൂടിയായിരിക്കും, അത്രയും രീതിയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇവിടെ നിന്ന് തിരികെ റായ്ബറയിലേക്ക് പോകുമെന്നുള്ള കാര്യം പ്രവർത്തകരെയും ഒപ്പം തന്നെ ജനങ്ങളെയും അറിയിക്കുക എന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിലവിൽ DMK അടക്കമുള്ള പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ തന്നെ രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിയുന്ന പശ്ചാത്തലത്തിൽ പ്രിയങ്ക ഗാന്ധിയെ ഇവിടെ മത്സരിപ്പിക്കണമെന്നുള്ള ആവശ്യവുമായി DMK രംഗത്ത് വന്നൊരു പശ്ചാത്തലമുണ്ട്. അവർ
പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെ സൗത്ത് ഇന്ത്യയെ കേന്ദ്രീകരിച്ചുണ്ടാകണം. അതുകൊണ്ട് തന്നെ രാഹുൽ ഒഴിയുന്ന പക്ഷം പ്രിയങ്ക തന്നെ അവിടെ മത്സരിക്കണം, മറ്റ് നേതാക്കളെ മത്സരിപ്പിക്കരുത് എന്നുള്ളൊരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നു. അതെന്തായാലും പ്രിയങ്ക മത്സരിക്കുമെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ നമുക്കിനി കണ്ടറിയേണ്ടതായിരിക്കുന്നു. എന്തായാലും യോഗം അല്പസമയത്തിന് മുമ്പാണ് അവസാനിക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ NDAയുടെ ഘടകകക്ഷികളുമായിട്ടുള്ള യോഗം പുരോഗമിക്കുകയാണ്. അതായത് ഈ ഘടകകക്ഷികളുമായി സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടൊക്കെ, അതായത് മന്ത്രിസ്ഥാനവും വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് രാത്രിയോടുകൂടി ഒരു പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെയോടുകൂടി ഈ ഒരു അന്തിമ പട്ടിക ആരൊക്കെയാണ് പ്രധാനമന്ത്രി ആയി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആരൊക്കെയായിരിക്കും നരേന്ദ്രമോദിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ അത്തരത്തിലുള്ളൊരു സസ്പെൻസ് ഇപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അമിത്ഷാ ഒപ്പം തന്നെ രാജ്നാഥ് സിംഗ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ നാളെ സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ടാകും. മറ്റ് നേതാക്കൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നത്. കൂടാതെ ഘടകകക്ഷിയിൽ നിന്ന് ആർക്കൊക്കെ മന്ത്രിസ്ഥാനം ലഭ്യമാകുമെന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു. നിലവിൽ TDP ആവശ്യപ്പെട്ട പ്രകാരം TDPക്കും ജനസേനയ്ക്കും ഉൾപ്പെടെ 6 മന്ത്രിസ്ഥാനങ്ങൾ വേണമെന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്പീക്കർ സ്ഥാനത്തിൽ മാത്രമാണ് നിലവിലൊരു വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ TDPക്ക് 6 മന്ത്രിസ്ഥാനങ്ങൾ, അതിൽ ക്യാബിനറ്റ് റാങ്കോടെയുള്ള മന്ത്രിസ്ഥാനങ്ങൾ എത്ര നൽകും, ഒപ്പം തന്നെ സഹമന്ത്രിസ്ഥാനങ്ങൾ എത്ര നൽകും എന്നൊക്കെ നമുക്ക് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതിൽ ഏകദേശം ധാരണയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. JDU-ൽ 3 മന്ത്രിസ്ഥാനങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഒപ്പം 2 സഹമന്ത്രിമാരെയും നൽകണമെന്നുള്ള ആവശ്യമാണ് നിതീഷ് കുമാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സഞ്ജയ് കുമാർ ജാ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്ക് മന്ത്രിസ്ഥാനങ്ങൾ നൽകണമെന്നുള്ള നിർദ്ദേശമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും അതൊക്കെ പരിഗണിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നാളെ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായി രാഷ്ട്രപതി ഭവൻ അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തുകയും ചെയ്തു. ലോക നേതാക്കളെല്ലാം തന്നെ നാളെ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഡൽഹിയിലേക്ക് എത്തിത്തുടങ്ങുകയും ചെയ്തു. ഷെയ്ഖ് ഹസീന അടക്കമുള്ള നേതാക്കൾ ഇന്ന് തന്നെ ഡൽഹിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ തൃണമൂൽ കോൺഗ്രസ് നിലവിൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ഔദ്യോഗികമായി തന്നെ അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മമതാ ബാനർജി പ്രധാനമായും ഇപ്പോൾ പറയുന്ന ഒരു കാര്യം, അതായത് ഇപ്പോഴും സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അവസാനിച്ചിട്ടില്ല. പ്രതിപക്ഷം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളൊരു നിലപാടിൽ മമത ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും അവർ പറയുന്നത് നാളത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് മമതാ ബാനർജിയും നിലപാടെടുക്കുകയും ചെയ്തിരിക്കുന്നതായാലും യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ആര്യ.